എല്ലാവർക്കും നമസ്കാരം. ഈ 46-ാം സങ്കീർത്തനത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ ഇങ്ങനെയാണ് കിടക്കുന്നത്: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മളുടെ ആരാണ്? സങ്കേതവും ബലവുമാണ്. പിന്നെ എന്തും കൂടെയാണ്? കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. നമ്മളുടെ ജീവിതത്തിൻ്റെ പലവിധത്തിലുള്ള കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ നമ്മൾ ട്രസ്റ്റ് ചെയ്തവർ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചവർ, നമ്മളുടെ കൂട്ടത്തിൽ നിൽക്കുമെന്ന് പറഞ്ഞവർ, അല്ലെങ്കിൽ പുറകിൽ നിന്ന് കൈയടിച്ചവർ ആരും നമ്മളുടെ കൂട്ടത്തിൽ ഉണ്ടാകണമെന്നില്ല. എന്നാൽ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിട്ട് നിൽക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അതാരാ? നമ്മൾ ആരാധിക്കുന്ന ദൈവമാണ് എന്നും ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. കാരണം കഷ്ടങ്ങളിൽ കൂടെ നിൽക്കുവാൻ ആർക്കേ കഴിയത്തുള്ളൂ? ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ, അല്ലേ? വേറെ ആർക്കും കഴിയത്തില്ല. കാരണം കഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് കടന്നു പോകുന്ന പ്രതിസന്ധികൾ അതൊരിക്കലും നല്ലതായിരിക്കത്തില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ട് നിറഞ്ഞ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ ആയിരിക്കും കടന്നു പോകുന്നത്. ആ സമയത്ത് ഒരിക്കലും വ്യക്തികൾ നമ്മൾക്ക് അനുകൂലമായി ഇറങ്ങി വരണമെന്നില്ല. എന്നാൽ ദൈവം ആ കഷ്ടങ്ങളിൽ എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാകുമെന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി അതുകൂടാതെ എന്താണ്? ചിലപ്പോൾ ചില വ്യക്തികളെ നമ്മൾ പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത ചില വ്യക്തികളെയൊക്കെ ദൈവം നമ്മൾക്ക് അനുകൂലമായിട്ട് അങ്ങ് എഴുന്നേൽപ്പിക്കും. അതെന്താണ്? അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണല്ലേ. നമ്മൾ എഴുന്നേൽപ്പിക്കുമ്പോഴല്ല, നമ്മൾ ചെല്ലുമ്പോഴല്ല, ദൈവം ചില വ്യക്തികളെ എഴുന്നേൽപ്പിക്കുമ്പോഴാണ് അവർ നമ്മൾക്ക് അനുകൂലമായിട്ട് ഇറങ്ങി വരിക അല്ലെങ്കിൽ പ്രവർത്തിക്കുക എന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മളായിട്ട് ചില വ്യക്തികളെ ആശ്രയിക്കുവാൻ ചെന്നാലോ അത് ചിലപ്പോൾ നമ്മൾക്കത് നല്ലതായി തീരണമെന്നില്ല. എന്നാൽ ദൈവം ചില വ്യക്തികളെ, ദൈവത്തിൻ്റെ ചില ആളുകളെ ദൈവം നമ്മൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുമ്പോൾ എന്താണ്? നമ്മളുടെ അവസ്ഥകൾ മാറും, സാഹചര്യങ്ങൾ മാറും, പരാജയങ്ങൾ മാറും. ദൈവം നമ്മളെ ജയത്തോടെ വഴി നടത്തുന്നതും നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും വരത്തില്ല എന്നല്ല, അതൊക്കെ വരും. അപ്പോൾ വരുമ്പോഴെന്താണ്? കഷ്ടങ്ങളിൽ നല്ല തുണയായിട്ട് ദൈവം നമ്മളോട് കൂടെ ഇരിക്കുമെന്നും ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 46-ാം സങ്കീർത്തനം എന്ന് പറയുന്നതും കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം എന്ന് പറയുന്നതും. അപ്പോൾ ഈ കോരഹപുത്രന്മാരെ കുറിച്ച് നമ്മൾക്കറിയാം, അല്ലെ? കോരഹ എന്ന് പറഞ്ഞാൽ എന്താണ്? മത്സരത്തിൽ പോയവനാ, അല്ലെ? ദൈവത്തോട്, ദൈവത്തിൻ്റെ ദാസനോടൊക്കെ മത്സരിച്ച് വീണുപോയവനാണ് ആര്? ഈ കോരഹ എന്ന് പറയുന്നത്, അല്ലെ? പക്ഷേ ഇവിടെ എന്താണ്? ആ കോരഹിൻ്റെ പുത്രന്മാർ എന്താണ്? അപ്പൻ്റെ വഴിയെ പോകാതെ ദൈവത്തിൻ്റെ പാത തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ദൈവം അവരെ ആലയത്തിലേക്ക്, അല്ലെ, ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവരുവാനും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവർക്ക് കൊടുക്കുവാനും ഇടയായി എന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. ഓർക്കുക, നമ്മളുടെയൊക്കെ പൂർവിക ചരിത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ പൂർവികന്മാരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ, ചിലപ്പോൾ അവിടെ എല്ലാം നീതിയോ നന്മയോ ഒന്നും ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ ചട്ടമ്പികളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെയൊക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് കൊടുത്തവരായിരിക്കാം. എന്ന് വെച്ചാൽ ഒരു ശാപത്തിൻ്റെ കെട്ടൊക്കെ ഒരു പക്ഷേ നമ്മളുടെയൊക്കെ ഒരു പൂർവിക ചരിത്രത്തിൽ കിടക്കുന്നുണ്ടാകാം. എന്നാൽ അവിടെ തന്നെ ഉരുകിത്തീരുവാനല്ല, ആ ഒരു ശാപത്തിൻ്റെ കെട്ടിനകത്ത് നമ്മൾ കിടക്കുവാനല്ല, അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. അതിനകത്തുനിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമുണ്ട്. ഒരുപാട് എക്സാമ്പിളുകൾ ഇതിനകത്ത് തന്നെ കിടപ്പുണ്ടല്ലേ. ദൈവം ശപിച്ചിരിക്കുന്ന ജാതിയിൽ നിന്ന് പോലും ദൈവം വേർതിരിച്ചെടുത്തവരുണ്ട്. രൂത്ത്, അല്ലേ? രൂത്തിൻ്റെയൊക്കെ ചരിത്രം അങ്ങനെയാണ്. ദൈവം ശപിച്ചിട്ടിരിക്കുന്ന ഒരു ജാതിയായിരുന്നു. എന്നാൽ ദൈവം എന്താണ്? ദൈവം ആ രൂത്തിനെയൊക്കെ, ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ ദൈവം ആ രൂത്തിനെയൊക്കെ ശാപത്തിൻ്റെ കെട്ടുകളെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവന്നു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഓർക്കുക, ദൈവത്തോടാണ് നമ്മൾ ചേർന്ന് നിൽക്കുന്നതെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് പ്രയാസങ്ങളുടെ ഘട്ടത്തിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ് എങ്കിൽ എന്താണ്? ആ ദൈവം നമ്മളെ മാനിച്ചുയർത്തുക തന്നെ ചെയ്യും. ആ ദൈവം നമ്മളെ സഹായിക്കുവാനായിട്ട് ഇറങ്ങി വരുമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, അല്ലെ? ഇനി 46-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിനകത്ത് അതിപ്രധാനമായ ഒരു ആലോചന ദൈവം നമ്മോട് പറയുന്നുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുക, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകുമെന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുക എന്ന് വെച്ചാൽ ചില ഇടങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ നമ്മൾ മിണ്ടാതെ ഇരിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ മിണ്ടിയാൽ ഒന്നെങ്കിൽ അത് പ്രശ്നങ്ങളിലേക്ക് പോകും, അല്ലെങ്കിൽ നമ്മൾ മിണ്ടിയത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത ചില ഇടങ്ങളുണ്ട്. ആ ചില ഇടങ്ങളിൽ എന്ത് ചെയ്യണം? നമ്മൾ മിണ്ടാതെ ഇരുന്നിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. പകരം നമ്മൾ സംസാരിക്കുവാൻ പോയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ചിലപ്പോൾ ലേറ്റ് ആകുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ചില ഇടങ്ങളിലും നമ്മൾ മിണ്ടാതിരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും, അല്ലെങ്കിൽ ചില വ്യക്തികളെ നമ്മൾക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യുമെന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നു.
പറഞ്ഞിരിക്കുകയാണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ മിണ്ടാതെ ഇരുന്ന് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി എങ്ങനെയാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ജാതികളിൽ എന്ത് ചെയ്യും? ദൈവം ഉന്നതനാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾക്ക് വിരോധമായി നിൽക്കുന്ന ജാതികളുടെ ഇടയിൽ ദൈവം എന്താണ്? ദൈവം ഒരു ജീവിക്കുന്ന ദൈവമാണെന്നും ദൈവം ശക്തിയുള്ള ദൈവമാണെന്നും തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് എന്നും ദൈവം അങ്ങ് വെളിപ്പെടുത്തി കൊടുക്കുക തന്നെ ചെയ്യും. അവർ വിചാരിക്കും എന്താണ്? ഓ, ഇവരൊക്കെ എന്ത് അല്ലേ? നമ്മൾ അങ്ങനെയാ മനുഷ്യരെ, ഇന്നത്തെ ലോകം മുഴുവൻ അങ്ങനെയാ മനുഷ്യരെ വിലയിരുത്തുന്നത് അങ്ങനെയാ അല്ലേ? അവർക്ക് പണമില്ല, അവർക്ക് എന്താണ് സ്വാധീനങ്ങളില്ല, അതുകൊണ്ട് എന്താണ് അവർ തോറ്റുപോകത്തേ ഉള്ളൂ എന്ന് വിചാരിച്ചും ചില വ്യക്തികൾ അഹങ്കാരത്തോടുകൂടി എഴുന്നേറ്റ് പ്രവർത്തിക്കും. എന്നാൽ അവിടെ നമ്മൾ മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദൈവം നമ്മൾക്ക് വേണ്ടി അവിടെ ഇറങ്ങി പ്രവർത്തിക്കുവാൻ ഇടയാകും. എന്ന് വെച്ചാൽ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് കഴിയുമ്പോൾ അവർ തന്നെ പറയും. എന്ത് പറയും? അയ്യോ, അവരാരാധിക്കുന്ന ദൈവം അവരോട് കളിക്കാൻ പോയാൽ പണി കിട്ടും, അവരാരാധിക്കുന്ന ദൈവത്തിന് ഭയങ്കര ശക്തിയാണ് എന്ന് അവരെയും കൊണ്ട് തന്നെ പറയിപ്പിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾക്ക് വേണ്ടി വെളിപ്പെടുമെന്നാണ് ഈ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഇനി എന്താണ്? ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. എന്ന് വെച്ചാൽ ജാതികളുടെ ഇടയിൽ മാത്രമല്ല, ഈ ഭൂമി മുഴുവൻ എന്താണ്? ദൈവം ഉന്നതമാകുന്ന, ദൈവത്തിൻ്റെ നാമം ഉന്നതമാകുന്ന വിധത്തിലുള്ള ദൈവപ്രവൃത്തി നമ്മൾക്ക് വേണ്ടി ദൈവം അയക്കുമെന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ നമ്മൾ മിണ്ടാതിരിക്കുവാൻ തയ്യാറാകുക. പലപ്പോഴും നമ്മൾക്ക് എന്നില്ല അല്ലേ? എന്ന് വെച്ചാൽ ചിലതൊക്കെ കാണുമ്പോൾ, നമ്മൾക്കെതിരെ ചിലർ എഴുന്നേൽക്കുന്ന കാണുമ്പോൾ, ചില അനീതികൾ കാണുമ്പോൾ, ചില അക്രമങ്ങൾ കാണുമ്പോഴൊക്കെ നമ്മൾ എന്താണ്? പ്രതികരിച്ചു പോകും. എന്നാൽ ദൈവം പറയുകയാണ്, ചിലയിടങ്ങളിൽ, ദൈവം പറയുന്ന ചില ഇടങ്ങളിൽ എന്ത് ചെയ്യണം? നമ്മൾ മൗനമായിട്ടിരിക്കണം. എന്നിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവമേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല. കർത്താവെ, അവിടുന്ന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമേ എന്നും നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാവോ? നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാവോ? ദൈവം ബലഹീനരായ നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ മഹാപ്രവൃത്തി കാണുക മാത്രമല്ല, അത് കണ്ടിട്ട് മറ്റുള്ളവർ എന്ത് പറയും? അയ്യോ, ഇവരുടെ ദൈവം ശക്തിയുള്ള ദൈവമാണ്, ഇവരോട് കളിച്ചാൽ പണി കിട്ടുമെന്ന് പറഞ്ഞും ദൈവത്തിൻ്റെ നാമത്തെ ദൈവം മഹത്വപ്പെടുത്തുമെന്നുള്ളത് ദൈവം നമ്മൾക്ക് തരുന്ന ഒരു ഉറപ്പാണ് കർത്താവ് കേട്ടോ. ഇതെന്താണ്? ഇത് നമ്മൾക്ക് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവത്തെ ആശ്രയിക്കുന്ന മക്കൾക്ക് വേണ്ടി ദൈവം തരുന്ന വലിയൊരു പ്രിവിലേജ് ആണെന്ന് തിരിച്ചറിഞ്ഞ് ചിലയിടങ്ങളിൽ മിണ്ടാതിരിക്കുവാനുള്ള കൃപ എനിക്കും നിങ്ങൾക്കുമൊക്കെ ആവശ്യമാണ്. അത് ദൈവം തരുവാൻ നമ്മൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, മിണ്ടാതിരുന്ന് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ മഹാപ്രവൃത്തി നമ്മൾക്ക് വേണ്ടി വെളിപ്പെടുക തന്നെ ചെയ്യും. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.